വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിൽ തുടർ നടപടി അനിശ്ചിതമായി വൈകുന്നു. 21 കേസുകളിൽ 1.5 വർഷം മുൻപ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. മറ്റുള്ള കേസുകളിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും അവഗണിക്കപ്പെട്ടു. കേസിൽ നിലനിൽക്കുന്നതിനാൽ സമുദായ അംഗങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ്. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 15 കോടി 85 ലക്ഷം രൂപ കുറഞ്ഞ പലിശയ്ക്ക് വായ്പയെടുത്ത് SNDPക്ക് കീഴിലുള്ള സംഘങ്ങൾക്ക് ഉയർന്ന പലിശയ്ക്ക് മറിച്ചു നൽകിയെന്നാണ് വെള്ളാപ്പള്ളി നടേശനെതിരായ ആരോപണം. അന്വേഷണം പൂർത്തിയാക്കിയ 21 കേസുകളിലും അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയതാണ്. എന്നാൽ ഒരു കേസിൽ പോലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അന്ന് ഇദ്ദേഹത്തിനെതിരെ 124 കേസിന് FIR ഇട്ടിരുന്നു. ഈ FIR ഇട്ട കേസുകളിൽ 21 കേസിൻ്റെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഏതായാലും ഈ 21 കേസുകൾ ഇപ്പോൾ അന്വേഷിച്ച് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി നീട്ടിവെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മുൻഗാമിയായ പോളിറ്റ് ബ്യൂറോ മെമ്പറായ അച്യുതാനന്ദൻ സാർ കൊടുത്ത കേസിൽ എന്തുകൊണ്ട് അത് കോടതിയിൽ കൊടുക്കാൻ സഹായിക്കുന്നില്ല? പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ 8 വർഷമായി SNDPക്ക് ഒരു സഹായവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. നേരത്തെ നടന്ന തട്ടിപ്പിന്റെ അന്വേഷണം പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 2016 മുതൽ ഈ കേരള സർക്കാർ കേരളത്തിലെ ഈഴവ സമുദായത്തിൽ കിട്ടുന്ന കേവലം 3% പലിശകളുടെ ലോൺ നിർത്തലാക്കിയിരിക്കുന്നു. കേസുകളിൽ പ്രതിയായാൽ കുറ്റവിമുക്തനാകുന്നതുവരെ SNDP ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് ചട്ടം. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമെന്നാണ് ആരോപണം. മീഡിയ 1 കൊച്ചി.